ഒരുപാട് വീഡിയോ ഇടുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മളെയൊക്കെ ആരും തിരക്കുന്നില്ല എന്നൊക്കെ പറയുന്നിടത്ത് നിങ്ങളൊക്കെ എന്നെ ഇത്രയധികം സ്നേഹിക്കുകയും വീഡിയോസ് പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഒരുപാട് നന്ദി. ഇന്ന് പലരും ചോദിക്കുന്നത്, എന്നെ ഫോൺ ചെയ്യുന്നവരെല്ലാം, അതായത് ഹീലിങ്ങിന് വരുന്ന ആളുകളുമായാലും ക്ലാസ്സിന് വരുന്ന ആളുകളായാലും പറയുന്നത്, ടീച്ചറെ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര പരീക്ഷണങ്ങൾ? ഞാൻ ഒന്നും ആരോടും ചെയ്യുന്നില്ലല്ലോ, എനിക്ക് എന്ത് വന്നാലും, ഞാൻ ഒരു മനുഷ്യരുടെ കാര്യങ്ങളായാലും ഒരാളെ കുറ്റപ്പെടുത്താനായാലും ഒന്നും പോകുന്നില്ല, പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഈ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നു? നമ്മൾ കേൾക്കുമ്പോൾ വളരെ സങ്കടമായിട്ടൊക്കെ തോന്നും. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? പരീക്ഷണങ്ങളെ നേരിടുമ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുക. കാരണം എന്താണെന്നറിയോ? ഏറ്റവും കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മാത്രമേ മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റൂ. ഇത് പറയുമ്പോൾ ഇപ്പം ആദ്യം അങ്ങോട്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആണോ ടീച്ചറെ അല്ലെങ്കിൽ അത് എന്തായ എന്നുള്ളത് ഡൗട്ട് വരും. പക്ഷെ നമ്മൾ ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം, നമുക്കൊന്ന് കാര്യങ്ങൾ പറയാം. ഞാൻ ഇപ്പോഴും പറയാണ്, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ മാത്രം എടുക്കുക. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അത് ശരിയെന്ന് തോന്നുന്നെങ്കിൽ പ്രോബ്ലംസ് വരുമ്പോൾ വളരെയധികം സന്തോഷിക്കുക. കാരണം ഞാൻ അങ്ങനെയാണ് കേട്ടോ. ജീവിത പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെ ആദ്യം നമ്മൾ പകച്ചു പോകും. കാരണം നമ്മൾ സാധാരണ ആളുകളാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കാണുമ്പോഴല്ലോ നമ്മൾ വളരെ വളരെ ഹാപ്പി ആവാണ്. കാരണം ഒരു പ്രശ്നം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റുമെങ്കിലല്ലേ നമ്മൾ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ. കാരണം ഇപ്പം ഞാനൊരു ഓഫീസിലെ ഒരു മെയിൻ ഉദ്യോഗസ്ഥയാണ്. അപ്പം എൻ്റെ ഒരു താഴെയുള്ള ആളുകളുടെ അടുത്താണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഡ്യൂട്ടി അങ്ങോട്ട് ഏൽപ്പിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ആരെ ഏൽപ്പിക്കാം, ആ ഡ്യൂട്ടി ആരുടെ കയ്യിൽ കൊടുത്താൽ അവർ വൃത്തിയായിട്ട് ചെയ്യും. അതല്ലേ നോക്കുന്നത്? ഇത് തന്നെയാണ് ആ സുപ്രീം സോൾ അവിടെ ഇരുന്നിട്ട് നോക്കുന്നത്. അതായത് ആ പ്രപഞ്ചശക്തി നോക്കുന്നത് അതാണ്. കാരണം അതിന് തൻ്റെ കാര്യങ്ങൾ, തൻ്റെ കുഞ്ഞുങ്ങളെ, അതിൻ്റെ അംശമാണല്ലോ നമ്മൾ, ആ പ്രപഞ്ചശക്തിയുടെ അംശമാണല്ലോ. അപ്പോൾ ആരിൽ കൊടുത്താൽ ഇത് വളരെ ഭംഗിയാക്കും. അങ്ങനെ ഭംഗിയാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളിനെ അവരെ നോക്ക് എന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നമ്മളത് ഫേസ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ നന്ദി പറയാം. നിങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടോ? ഫാമിലിയിൽ ബുദ്ധിമുട്ടുണ്ടോ? മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെ ഏത് തലങ്ങളിൽ നോക്കിയാലും നിങ്ങൾ ആർക്കോ മാതൃകയാകാൻ പോകുന്നു. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കാരണം സാധാരണ ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ, കരുത്തുള്ളവരുടെ കയ്യിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്? പ്രശ്നങ്ങൾ ഇട്ടുകൊടുക്കുന്നത്. പക്ഷേ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ ആ പ്രപഞ്ചശക്തി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഓരോ സോളാണ്, അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ മനുഷ്യരല്ല. മനുഷ്യരെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, മനുഷ്യരാണ്. പക്ഷെ എന്താന്ന് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് വേണം തോന്നാം, നമ്മൾ മനുഷ്യരല്ലേ, മൃഗങ്ങളാണോ? ഒരു തരത്തിൽ തോന്നിയാൽ നമ്മൾ മൃഗങ്ങളൊക്കെ തന്നെ ആണല്ലേ നോക്കിയാൽ. അതല്ല പറഞ്ഞു വന്നേ. നമ്മൾ എന്താ പറയുക, സാധാരണ മനുഷ്യ ജന്മമാണ് എന്നുള്ള രീതിയിൽ, അതായത് ഈ ശരീരമാണ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടതും പ്രോബ്ലംസിനെ നമ്മളെടുത്ത് വലിയ ഇതായിട്ട് തലയിൽ വെക്കുന്നതും. നമ്മൾ വിചാരിക്കും, അയ്യോ ഈ പ്രോബ്ലം ഭയങ്കരമാണ്, നമ്മളിത് ചെയ്യാൻ പോവാം, നമ്മളിതിന്റെ സൊല്യൂഷൻ ചെയ്യണം. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്കല്ല ഇത് വരുന്നത്. നിങ്ങൾക്ക് ഒരേ പ്രോബ്ലം തന്നെ പലർക്ക് ഇട്ട് കൊടുക്കും. അതെന്തിനാണെന്നറിയാം പ്രപഞ്ചശക്തി അങ്ങനെ ചെയ്യുന്നത്? ആരാണ് അവളെ വളരെ ഭംഗിയായിട്ട് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം വരുമ്പോൾ അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് ചെയ്യാൻ എന്ത് ചെയ്യും? ഓരോ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ അങ്ങോട്ട് പ്രോബ്ലംസ് ഇട്ട് കൊടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? വളരെ ഭംഗിയായിട്ട്, വളരെ കൃത്യമായിട്ട്, വളരെ ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവർ കാമായിട്ട് ആ പ്രശ്നത്തെ സോൾവ് ചെയ്തു പോകും. ഇത് ഒരു 10 പേർക്കെങ്കിലും, 100-ൽ 10 പേർക്കെങ്കിലും എന്ത് ചെയ്യാം? മാതൃകയാവും. അപ്പോൾ പ്രപഞ്ചശക്തിക്ക് നേരിട്ട് ഇറങ്ങി വന്ന ഓരോ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും? കരുത്തരായ ആ പ്രപഞ്ചശക്തി എന്ത് ചെയ്യും? ഈ ഒരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കരുത്തരായ ഓരോ മനുഷ്യരുടെ അടുത്തേക്കും എന്ത് ചെയ്യും? ഇട്ടുകൊടുക്കും. അപ്പോൾ ഇനി പറ, ഈ പ്രോബ്ലം വരുന്ന നിങ്ങൾ ദിവസവും വിളിക്കുമല്ലോ, ടീച്ചറെ എനിക്ക് ഭയങ്കര പ്രോബ്ലമാണ്, ഇന്ന് ഈ തലത്തിൽ നിൽക്കുന്നു, അതായത് ഗ്രേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന ലെവലിൽ നിൽക്കുന്ന ഞാൻ പോലും ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനുഷ്യജന്മമാണോ? പ്രശ്നങ്ങളിൽ നിന്നോ പ്രോബ്ലത്തിൽ നിന്നോ ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഇല്ല, ഇങ്ങനാണ് ഭായി ജീവിതമല്ലേ, അതിങ്ങനെയാണ്. അപ്പൊ നമ്മൾ സോൾവ് ചെയ്യുക, നമ്മൾ ഓർക്കുന്നത് എന്താ പറയുക, വലിയ പ്രശ്നമാണോ, അതിങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിലോ? പറ്റില്ല, അതിങ്ങനാണ്. ആ റിയാലിറ്റി നമ്മൾ ഉൾക്കൊള്ളുക. ആ റിയാലിറ്റി ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ സോൾവ് ചെയ്യാൻ പറ്റും, അതിനെ തരണം ചെയ്യാൻ പറ്റും. കാമായിരിക്കുക, ആ പ്രപഞ്ചശക്തിയുമായിട്ട് കൂടുതലായിട്ടൊന്ന് അടുക്കുക. എന്തുകൊണ്ട്? നീ എന്താണ് എന്നിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ചോദിക്കണം. എനിക്കൊരു പ്രോബ്ലം വന്നാൽ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നറിയാം? വായങ്ങടയ്ക്കും. എന്നിട്ട് എന്താണോ എൻ്റെ ഫീലിങ്സ്, ഇപ്പം കരയണോ കരയുക, ചിരിക്കണോ ചിരിക്കുക, സന്തോഷം വരാണോ ചിരിക്കുക, സങ്കടം വരാണോ കരയുക, ദേഷ്യം വരാണോ പൊട്ടിത്തെറിച്ചേക്കുക, ഇതെല്ലാം ചെയ്യുക. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്, അതുണ്ടാവണം.
ബോധം എന്ന തലം നമ്മളിൽ നിന്ന് മാറാൻ പാടില്ല. മനസ്സും പ്രവർത്തിക്കാം, ബുദ്ധിയും പ്രവർത്തിക്കാം. പക്ഷെ ബോധം എന്ന പ്രവർത്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന 2 തലങ്ങളാണ് അത് രണ്ടും. എന്നാൽ ചോദിക്കുക ബുദ്ധി ഉണ്ടോ? ബുദ്ധി എടുത്തു ചാടി പ്രവർത്തിക്കാം. തീർച്ചയായിട്ടും ബുദ്ധിയും പലയിടത്തും എടുത്തു ചാടി പ്രവർത്തിക്കും. എന്നാൽ ബോധം എന്ന തലം എടുത്തു ചാടില്ല. ആ ബോധം എന്ന തലം ഉണർന്നിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? ചിന്തിക്കും, എന്തുകൊണ്ട്, എങ്ങനെ. അപ്പൊ നമ്മളെ ഫേസ് ചെയ്യുന്ന, നമ്മൾ നടക്കുന്ന ഓരോ വഴികളിലും ഓരോ പ്രോബ്ലം തരുന്നുവെങ്കിൽ ആ പ്രപഞ്ചശക്തി, അതിലൂടെ ആഗ്രഹിക്കുന്ന ആ പ്രപഞ്ചശക്തിക്ക് എന്തോ പറയാനുണ്ട് ഈ ലോകത്തോട്. നിന്നു കൊടുക്കുക അതിന്. നമ്മൾ ഓരോരുത്തരുണ്ടല്ലോ ആ പ്രപഞ്ചശക്തിയുടെ ഓരോ നിമിത്തങ്ങളാണ്, അതിൻ്റെ ഒരു മീഡിയേറ്ററാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നമായിട്ടല്ല എടുക്കേണ്ടത്. ആ വഴിയിലൂടെ ആ പ്രപഞ്ചശക്തി എന്തോ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ മീഡിയേറ്റർ ആയിട്ട് നീ എന്താണ് എന്നിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ചോദിക്കണം. അതൊരു മെഡിറ്റേഷൻ പോലെ ചോദിക്കണം. ഞാൻ അടുത്ത വീഡിയോയിൽ ആ മെഡിറ്റേഷൻ രീതി ഞാൻ പറഞ്ഞുതരാം, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പേടിക്കേണ്ട. അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ടല്ല, ഉടനെ ഇടാം. അപ്പോഴേ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിന് വരുമ്പോൾ പകച്ചു നിൽക്കുക അല്ല വേണ്ടത്. അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞത് എന്താണ്? കുരുക്ഷേത്ര യുദ്ധമാണ്, നീ എന്ത് ചെയ്യണം? എടുക്ക അർജുന ആയുധം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നീ തളർന്നു പോകാനല്ലല്ലോ പറഞ്ഞത്. ആണോ? അല്ല. നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. അത് മുമ്പോട്ട് പോകണം. ഇത് പറയുമ്പോണ്ടല്ലോ പെട്ടെന്ന് ആളുകൾ ചിന്തിക്കുന്നത് എന്താ അറിയാം? ഓ ടീച്ചറെ, ഞങ്ങളപ്പോൾ എന്താ വഴക്കുണ്ടാക്കണോ, അടി ഉണ്ടാക്കണം? അതല്ല ആയുധം എടുക്കാൻ പറയുന്നത്. വഴക്കുണ്ടാക്കാനോ അടിയുണ്ടാക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരാളിനെ നശിപ്പിക്കുന്ന രീതിയിൽ ചെല്ലാനോ ഇതല്ല അവിടെ പറയുന്നത്. നിങ്ങൾ പ്രവർത്തിക്കണം, പ്രവർത്തിച്ച് കാണിക്കണം. അതിനാണ് നിങ്ങളോട് പറയുന്നത് എടുക്ക അർജുന ആയുധം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നിന്റെ ആയുധം എന്താണ്? അത് ചിലപ്പം നിങ്ങളുടെ വാക്കുകളാകാം, പ്രവൃത്തികളാകാം, നിങ്ങളുടെ എന്താണോ ആ കർമ്മം. ഓരോ തലങ്ങളും ഓരോരുത്തരാണല്ലോ. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അവർക്ക് പഠിക്കാം, വലിയവരാണെങ്കിൽ അവരവരുടെ ജോലികൾ ചെയ്യും. ഇപ്പം എൻ്റെ കർമ്മം എന്താണ്? എൻ്റെ കർമ്മം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് റേക്കിയുടെ കാര്യങ്ങൾ ചെയ്യുക. റേക്കിയിൽ എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് എനിക്ക് പറ്റുന്നതാണെങ്കിൽ, ഒരിക്കലും നമ്മളെല്ലാം പറ്റുമെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാറില്ല. ഈ തലത്തിൽ നിൽക്കുന്നുവെങ്കിലും പ്രപഞ്ചശക്തിയിൽ നിഗൂഢമായിരിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട്. അതിനോടൊന്നും മല്ലിടാൻ ഞാൻ ആളല്ല. അപ്പോൾ ഞാൻ ആ പ്രപഞ്ചശക്തി എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ചില ഹീൽ ചെയ്ത് മാറ്റേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഹീൽ ചെയ്ത് മാറ്റുക എന്നും ഞാൻ അതിൻ്റെ ഒരു ഉപകരണം മാത്രമായിട്ടാണ്. ഇന്നും ഈ നിമിഷവും വരുന്നത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ പ്രപഞ്ചശക്തിയുടെ ഒരു ഉപകരണം മാത്രമാണ്. ആ പ്രപഞ്ചശക്തിക്ക് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു, എന്തൊക്കെയോ ചെയ്ത് കാണിക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രം നമ്മളെ നിമിത്തമാക്കി ഇവിടോട്ട് വിട്ടിരിക്കണം. അപ്പോൾ ആ നിമിത്തമാക്കി നിന്നു കൊടുക്കുക. എല്ലാവർക്കൊന്നും ഈ ഒരു ഭാഗ്യം കിട്ടില്ല. അപ്പോൾ ഭാഗ്യം കിട്ടിയവരെ തിരിച്ചറിയാത്തവരുണ്ട് കേട്ടോ. അതാണ് വലിയ വിഷയം. നമ്മൾ വിചാരിക്കും, ഓ പ്രപഞ്ചശക്തി അത് നമ്മളെ കനിഞ്ഞല്ലോ, നമുക്കിത് പഠിക്കാൻ പറ്റുമല്ലോ. പഠിച്ചാൽ മാത്രമല്ല, നിങ്ങൾ അതിലൂടെ എത്ര മുമ്പോട്ട് പോകാൻ പറ്റുന്നു നിങ്ങൾ മൂലം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുന്നു ചിന്തിക്കണം. അത് അല്ലാതെ സ്വാർത്ഥത എന്ന് പറയുമ്പോൾ ഇന്നോർക്കും ഓ എനിക്ക് വേണം എന്നുള്ള കെട്ടിപ്പിടുത്തം, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിലെ സോൾ എന്ന് പറയുമ്പോൾ ഈ സോളിന്റെ ഒരു കർമ്മമുണ്ട്. എന്തിനീ സോൾ ഇവിടെ ജീവിക്കുന്നു, എന്തിനിവിടെ ജീവിതം എടുത്തു, എന്തിനിവിടെ ആരംഭിച്ചു എന്നുള്ളത് നമ്മൾ അറിയണം. ആ തലം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്നറിയോ, ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ ഇവിടെ നടക്കുമ്പോൾ ഓ ഇതൊരു നാടകമാണല്ലേ, നടക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്യും? അതിങ്ങനെ നമുക്ക് നിസ്സാരം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമ്മളൊരു മനുഷ്യ ജീവിതം നോക്കി അത് വലിയൊരു പ്രോബ്ലം ആയിട്ടായിരിക്കും ആളുകൾ കാണുന്നത്. പക്ഷെ നിങ്ങളൊരു സോളായിട്ട് മാറി നിന്ന് നോക്ക്. മറ്റൊരു സോളാണ്. ആ സോൾ ചെയ്യേണ്ട കർമ്മം അത് അവിടെ ചെയ്യുന്നു, നമ്മൾ ഇവിടെ ചെയ്യേണ്ട കർമ്മം ഇവിടെ ചെയ്യുന്നു. നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മളും ചെയ്യണം. ലോക നന്മയ്ക്ക് വേണ്ടി നിൽക്കുക. നമ്മളിലൂടെ എന്തൊക്കെയോ ആ പ്രപഞ്ചശക്തി പറയാൻ ആഗ്രഹിക്കുമ്പോൾ അതിനായിട്ട് നിന്നു കൊടുക്കുക. അപ്പോൾ ഒരു പ്രോബ്ലം വരുമ്പോൾ പെട്ടെന്ന് തളരുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് കാമാകുക. അത് തന്നെയാണ് അർജുനോട് ശ്രീകൃഷ്ണനും പറഞ്ഞത്. നീ നോക്ക്, ആ റിയാലിറ്റി ഉൾക്കൊള്ളു. അപ്പം കുരുക്ഷേത്ര യുദ്ധത്തിൽ നേരെ മുമ്പോട്ട് കൊണ്ട് നിർത്തുകയാണ്. എന്താണ് അവിടെ പ്രോബ്ലം എന്ന് അർജുനനെ തിരിച്ചറിയുകയാണ്. അർജുനനെ തിരിച്ചറിയിച്ച് കൊടുക്കുകയാണ് ശ്രീകൃഷ്ണൻ, അല്ലേ? അപ്പോൾ അർജുനോട് പറയാണ്. അപ്പോൾ അർജുനൻ ഇങ്ങനെ കാണുകയാണ്. അർജുനാണ് ആവശ്യപ്പെടുന്നത്, തനിക്ക് കാണണം എന്ന് ആവശ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ മുമ്പോട്ട് നിർത്തുന്നു. അപ്പോൾ അർജുനൻ നോക്കുമ്പോൾ എന്താണ്? തൻ്റെ ബന്ധങ്ങളാണ് മുഴുവനും നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ അവരോട് യുദ്ധം ചെയ്യുക എന്ന കർമ്മമാണ് ആർക്കുള്ളത്? അർജുനുള്ളത്. ഇവിടെ നമ്മുടെ പ്രോബ്ലം വരുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളോട് യുദ്ധം ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും എൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കാതിരിക്കുക. നീ നിന്റെ കർമ്മം ചെയ്യുക, അല്ലെ? അർജുനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞാണ് എടുക്ക അർജുന ആയുധം, നീ നിന്റെ കർമ്മം ചെയ്യും. ആ രണ്ടാമത്തെ ശ്രദ്ധിക്കുക. ഇന്ന് മനുഷ്യരെന്ത് ചെയ്യുന്നറിയാം? എടുക്ക അർജുന ആയുധം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇവിടെ വെട്ടും കത്തും വടിയും അടിയും അതിനായിട്ട് ആയുധങ്ങളും കത്തിയും, അല്ലേ? ഇത് എടുക്കാനാണ് പറയുന്നതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അല്ല, നിന്റെ കർമ്മം എന്താണോ അത് നീ ചെയ്. അതാണ് ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുത്തത്. നീ കർമ്മം ചെയ്, അല്ലേ? ആദ്യത്തെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം, കാരണം തെറ്റിദ്ധരിക്കപ്പെടുന്ന വാക്കാണത്. എടുക്ക അർജുന ആയുധം എന്ന് പറയുന്നത്. അതിന്റെ രണ്ടാമത്തെ നോക്കാം. നീ നിന്റെ കർമ്മം ചെയ്, അല്ലേ? എന്താണോ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് അതിന്റെ കർമ്മം ചെയ്. അത് നീ ചെയ്തേ പറ്റൂ. അതിനാദ്യം ചെയ്യേണ്ടതെന്ന് നമ്മൾ റിയാലിറ്റി ഉൾക്കൊള്ളുക. റിയാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നമുക്കതിനെ പിടിച്ചിട്ട് കാര്യമില്ല. ഉണ്ടോ?
ഇല്ല. എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലമാണ് എൻ്റെ മുമ്പിൽ വരുന്നതെങ്കിൽ, അങ്ങനെ വരാറില്ല എന്നതാണ് വലിയൊരു സത്യം. ഇനി നമ്മളൊക്കെ സാധാരണ ആളുകളാണ്, അപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് പറ്റില്ല, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തതാണ് പിന്നെ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അല്ലേ, നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? വേണ്ട. ഇത് രണ്ടാമത്തെ, നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ അടിക്കണം, അതിൻ്റെ ആവശ്യമില്ല, യാതൊരു ആവശ്യമില്ല. ഈ രണ്ട് കാര്യമല്ലാതെ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രോബ്ലം വരില്ല. ഒന്നുകിൽ അതിനെ സോൾവ് ചെയ്യാം, അല്ലേ? അപ്പം നമ്മൾ നോക്കണം എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് സോൾവ് ചെയ്യാം. ഇനി അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലയോ, വിട്, അത്രേ ഉള്ളൂ. കാരണം ഓരോ സ്ക്രിപ്റ്റും എഴുതുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഓരോ പടികളും ഓരോന്നായി നടന്ന് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും നമ്മൾ എഴുതുന്ന സ്ക്രിപ്റ്റിനനുസരിച്ചല്ല. ആണെങ്കിൽ പ്രോബ്ലംസ് വരത്തില്ല. എൻ്റെ ജീവിതം ഞാൻ എഴുതുമ്പോൾ എൻ്റെ പ്രോബ്ലം വരണമെന്ന് പറഞ്ഞ് ഞാൻ എഴുതുമോ? എഴുതില്ല. ആ പ്രപഞ്ചശക്തിയാണ് അവിടെ തീരുമാനിക്കുന്നത് എന്താണ് അടുത്ത ഘട്ടത്തിലൂടെ നിനക്കും ഈ ലോക നന്മയ്ക്കും വേണ്ടത്. അതേ അവിടെ സംഭവിക്കൂ. അപ്പം എപ്പോഴും ഉണ്ടല്ലോ, ഞാൻ പറയുന്നത്, ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, നിങ്ങളൊരു ഉപകരണമാകാതിരിക്കുക മറ്റുള്ളവരുടെ. ഞാൻ പറയും, നിങ്ങൾ ഉപകരണമാകണം, പക്ഷെ മറ്റുള്ളവരുടെ കയ്യിലല്ല, ആ പ്രപഞ്ചശക്തിയുടെ മുമ്പിൽ നിങ്ങൾ ഉപകരണമാകണം. അതിൻ്റെ ഉപകരണം, ആ പ്രപഞ്ചശക്തിയുടെ ഉപകരണമാകണം. എല്ലാവരും അവരവർക്ക് വേണ്ടി ജീവിക്കും, അല്ലേ? അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി ജീവിക്കും. ഇനി അതും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് വേണ്ടി ജീവിക്കും. അല്ല, ഞാൻ പറയുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയോ അങ്ങനെ അല്ല നിൽക്കേണ്ടത്. നിങ്ങൾ ആ പ്രപഞ്ചശക്തിക്ക് വേണ്ടി നിലനിന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മളിലൂടെ പ്രോബ്ലംസ് വരണമല്ലോ. ഇല്ലെങ്കിൽ ജീവിതം എന്ത് ചെയ്യും, നമുക്ക് ബോറടിച്ചു തുടങ്ങും, അല്ലെ? എപ്പോഴും സുഖവും സന്തോഷവും മാത്രം വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതം നന്നായിരിക്കുമോ? ഇല്ല, ബോറായിരിക്കും. 2, നിങ്ങളുടെ ജീവിതം മൂലം മറ്റൊരാൾക്ക് ഒരു മാതൃകയാകാൻ പറ്റുന്ന ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. നമ്മളെ ആ പ്രപഞ്ചശക്തി സെലക്ട് ചെയ്തു എങ്കിൽ നമ്മൾ പരീക്ഷണങ്ങളെ തരണം ചെയ്തേ പറ്റും, ഇല്ലാതെ പറ്റില്ല. ഇനി സ്പിരിച്വാലിറ്റിയിൽ മുമ്പോട്ട് വരുമ്പോൾ ഞാൻ പറയും, ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ വലിയ പരീക്ഷണങ്ങളായിരിക്കും, ഭയങ്കരമായിരിക്കും. നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും, അതായത് ഈ ലോകത്തിലുള്ള ഈ മനുഷ്യജന്മത്തിൽ നേരിട്ട് വരുന്ന ഈ ബന്ധങ്ങളെല്ലാം പോവും. അത് പണത്തിൻ്റെ പേരിലായാലും, രക്തബന്ധങ്ങളായാലും, സുഹൃത്ത് ബന്ധങ്ങളായാലും, റിലേഷൻഷിപ്പ് ആയാലും, ഏത് തലത്തിൽ നോക്കിയാലും അതെല്ലാം കട്ട് ചെയ്ത് വിടും ആ പ്രപഞ്ചശക്തി. എങ്കിൽ മാത്രമേ നമുക്ക് ആ സോളുമായിട്ട് കണക്റ്റ് ആവത്തുള്ളൂ. അതുമായിട്ട് എപ്പോഴും നമുക്ക് നിൽക്കാൻ പറ്റൂ. നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആ സോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സോളും മറ്റേ സുപ്രീം സോളും. ഞാൻ ആ സുപ്രീം സോളിനെയാണ് ഉദ്ദേശിച്ചത്. ആ സുപ്രീം സോൾ എന്ത് ചെയ്തിരിക്കുക, ആ പ്രപഞ്ചശക്തി എന്ത് ചെയ്തിരിക്കുക, നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു പ്രോബ്ലം വരുമ്പോൾ അതിൽ വിഷമിക്കാതെ ഒരല്പനേരം മെഡിറ്റേഷൻ ചെയ്യുക, റേക്കിയോട് ചോദിക്കുക. റേക്കി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഇത് വെച്ചിട്ട് അങ്ങ് പറയുന്നതാണ് കേട്ടോ. അത് നിങ്ങൾ ഏത് പേര് വേണേലും വിളിക്കാം, ദൈവങ്ങളെന്നോ ദേവതാ സ്വരൂപങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ശക്തിയെ വേണം വിളിക്കാം. എന്ന് വെച്ച് ഞാൻ ഒരിക്കലും ദേവതാ സ്വരൂപങ്ങളെ വിളിക്കുന്നവരെ അത് മോശമെന്നോ അങ്ങനെ ഒന്നും അല്ല പറയുന്നത് കേട്ടോ. എൻ്റെ വാക്കുകൾ വളച്ചൊടിക്കരുത്. ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, ആ വലിയ പ്രപഞ്ചശക്തിയെ ദേവതാ സ്വരൂപങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ആ ശക്തിയെ നമ്മൾ തിരിച്ചറിയുക, അതിനോട് ചോദിക്കുക, അത് പറഞ്ഞു തരും. കാരണം നമ്മളിപ്പോൾ പറയില്ലേ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പേരൻസ് അതാണെന്ന് പറയില്ലേ, ഇതാണ് എന്ന് പറയില്ലേ, പേരെടുത്ത് പറയും അല്ലേ? അല്ല, നിങ്ങളെന്ന സോള്, അത് പേരൻസ് എന്ന് പറഞ്ഞ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് എന്താണ്, ഈ മനുഷ്യ ശരീരത്തിൻ്റെ രക്ഷകർത്താക്കളാണ്. പക്ഷെ അതിനുള്ളിൽ നമ്മൾ അറിയേണ്ടത് നമ്മൾ സോളാണ്. ഈ സോളിന് അതായത് ഞാനിപ്പോൾ പറയുന്ന ഈ സോളിന് കർമ്മങ്ങൾ തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഞാനിവിടെ വന്നത്. ഞാനൊരു മനുഷ്യ രീതിയിൽ, അല്ലെ ഈ ബോഡി, ഈ ശരീരം എന്നുള്ള തലത്തിൽ നിന്നാൽ എന്ത് ചെയ്യണം, എനിക്ക് എൻ്റെ പ്രോബ്ലംസ് കൊണ്ട് നോക്കിയിരിക്കും, അങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്യും, ഞാനിതെന്ത്, അല്ലേ? അല്ല, ഇത് സോളാണ്. ഈ സോളിന് ചെയ്ത് തീർക്കേണ്ട പല കർമ്മങ്ങളും അത് തീർത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ആ സുപ്രീം സോളിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും. അതേ ഞാൻ പറയുന്നത് എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന ആ കർമ്മങ്ങളുടെ ഫലം തീരുമ്പോൾ ഓരോ പ്രാവശ്യവും നന്ദി പറയണം. നമ്മൾ സങ്കടങ്ങൾ പറയും, പരാതികൾ പറയും. നമ്മൾ ചോദിക്കും, കണ്ണില്ലേ, അല്ലേ? ചോദിക്കുന്നതാണ്. ഇഷ്ടപ്പെടുന്ന ദൈവങ്ങളുടെ അടുത്ത് എന്നിട്ട് ഒരു പ്രോബ്ലം വന്നാൽ പറയും, നിങ്ങളൊക്കെ എന്താ കല്ലാണോ, കണ്ണില്ലേ, അല്ലേ? ദൈവങ്ങൾക്ക് കണ്ണില്ലാന്ന് പറയും, അല്ലേ? ഒരു പ്രോബ്ലം വരുമ്പോൾ. പക്ഷെ ഇവിടെ ആ പ്രപഞ്ചശക്തിയെ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്. കാരണം ഒരു അമ്മ ഒരു കുഞ്ഞ് എവിടെയെങ്കിലും പോയാൽ നമ്മൾ പറയും, ആ മോനെ ഇനി വീട്ടിൽ വരണം, അല്ലേ? അതാണ് പറയുന്നത്. ആ അമ്മ അത് ആഗ്രഹിക്കുകയും ചെയ്യും. ആ കുഞ്ഞ് തൻ്റെ അടുത്തു നിന്ന് ആ കുഞ്ഞ് പോയാൽ അത് തിരിച്ച് തൻ്റെ അടുത്തേക്ക് എത്തണം എന്ന് ആ അമ്മ ആഗ്രഹിക്കും. അങ്ങനെയല്ലേ വരുന്നത്? സെയിം ഇതേപോലെ തന്നെയാണ് ആ സുപ്രീം സോള്. ഈ സോളിനെ ഇവിടേക്ക് നാടകം കളിക്കാൻ വിട്ടപ്പോൾ ഈ സോൾ എന്ത് ചെയ്തു, അവിടെ ചെല്ലാൻ ആരാഗ്രഹിക്കുന്നുണ്ട്? ആ സുപ്രീം സോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ഇവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം വിട്ടിട്ടേ പോകാൻ പറ്റൂ, അല്ലേ? ആ ഒരു കുഞ്ഞ് സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു എങ്കിൽ തിരിച്ചാ കുഞ്ഞ് തൻ്റെ അമ്മയുടെ അടുത്ത് എത്തണമെങ്കിൽ
അവിടെയുള്ള ആ ബന്ധങ്ങൾ അല്ലെ, ആ സ്കൂള് അതെല്ലാം വന്ന വൈകിട്ട് ആ സ്കൂളെന്ന് പറയുന്ന ഒന്ന് അവിടെ വിട്ടിട്ടേ തനിക്ക് ഇവിടെ തിരിച്ചു വരാൻ പറ്റും. അങ്ങനല്ലേ? അപ്പോൾ ഒരമ്മയുടെ അടുത്ത് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ നിന്നും വിട്ട് ഇവിടേക്ക് വരണം. ഇത് തന്നെയാണ് ഈ സോളിന്, ആ സുപ്രീം സോളിന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഉള്ള ഓരോന്നും വിട്ടേ പോകാൻ പറ്റും. അത് ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഇന്നല്ലെങ്കിൽ നാളെയുള്ള ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഈ സോളിന് ഈ ഘട്ടത്തിലൂടെ കടന്നേ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അതുകൊണ്ട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ ചിലർ വിളിക്കുന്ന കേട്ടാൽ എനിക്ക് സിമ്പിളാണ്, നിസ്സാര കാര്യങ്ങൾ വിളിക്കും. ടീച്ചർ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര ഇതാണ്. അപ്പോൾ അവരൊക്കെ റേക്കിയുടെ തലത്തിൽ കുറച്ചുകൂടെ മുമ്പോട്ട് വരികയാണെങ്കിൽ തളർന്നു പോകും. എന്ന് വെച്ചാൽ നല്ല പരീക്ഷണങ്ങളായിരിക്കും. ആ പരീക്ഷണങ്ങളിൽ പിടിവിടരുത്. റേക്കി എന്ന ഒന്നിനെ മുറുകെ പിടിക്കുക, ആ പ്രപഞ്ചശക്തി എന്ന ഒന്നിനെ മുറുകെ പിടിക്കുക. ഇനി റേക്കി എന്ന വാക്ക് അറിയില്ലാത്തവർ, നിങ്ങൾ ആ പ്രപഞ്ചശക്തിയെ മുറുകെ പിടിക്കുക. ആ മുറുകെ പിടിച്ച് അതിനോടുള്ള ആ ഒരു സംശയം പോലും വെക്കാതെ എന്ത് പ്രോബ്ലത്തിൽ നിന്നും തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് തന്നെ വിശ്വസിക്കാം. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നില്ല കേട്ടോ, അത് ഓർക്കണേ. കാരണം എല്ലാവരും വിചാരിക്കും, ഓ എന്നെ രക്ഷിക്കും, എൻ്റെ ഈ പ്രോബ്ലം ദൈവം തീർത്തു തരും, ഇതായിരിക്കും അവരുടെ വിശ്വാസം. അല്ല, അങ്ങനെയുമല്ല വരേണ്ടത്. അതിൻ്റെ റിയാലിറ്റി പറഞ്ഞുതരാം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലായിരിക്കത്തില്ല ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. കാരണം നമ്മളൊക്കെ അറിവില്ലാത്തവരാണ്. ആ സുപ്രീം സോളിന് മാത്രമേ ഉള്ളൂ അറിവുള്ളത്. ആ അറിവിൻ്റെ അല്ലെങ്കിൽ ആ ബോധതലം അതിൻ്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല വരുന്നത്. ഇപ്പം ഒരു കുഞ്ഞ് ചിന്തിക്കുന്നത് തെറ്റാവാം, പക്ഷെ ഒരു അമ്മ ചിന്തിക്കുന്നത് അല്ലെ ഒരു അച്ഛൻ ചിന്തിക്കുന്നത് ശരിയാവാം. അപ്പം അവിടെ കുഞ്ഞ് വിചാരിക്കുന്നത് എന്താണ്? താൻ ചിന്തിക്കുന്നതാണ് ശരി. പക്ഷെ അച്ഛനും അമ്മയ്ക്ക് എന്തറിയാം? താൻ ചിന്തിക്കുന്നതാണ് ശരി, അല്ലെ? അപ്പം എന്തായിരിക്കും സംഭവിക്കുന്നത്? അച്ഛനും അമ്മയും പറയുന്നതായിരിക്കും ചിലപ്പോൾ അവിടെ സംഭവിക്കുന്നത്, അല്ലെ? ഇതേപോലെ തന്നെ ഈ സോള്, അതായത് സുപ്രീം സോളിന്റെ ഒരു അംശമായ നമ്മൾ, ഈ സോള് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ തെറ്റായ രീതിയിലായിരിക്കാം. അപ്പോൾ ആ തെറ്റായ രീതിയിലുള്ള അല്ലെങ്കിൽ അത് പക്വതയില്ലായ്മയിലൂടെ വരുന്ന കാര്യങ്ങളായിരിക്കാം ആ തീരുമാനങ്ങൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? സുപ്രീം സോൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് ശരി എന്ന് തന്നെ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഒരല്പമെങ്കിലും മനസ്സിന് പ്രോബ്ലത്തിലൂടെ നടന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് ഒരല്പമെങ്കിലും ആശ്വാസം കിട്ടുന്നുവെങ്കിൽ ഒരുപാട് നന്ദി. നിങ്ങളോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കും. കാരണം തിരക്കുന്നുണ്ട്, വീഡിയോസ് ഇടുന്നില്ല ടീച്ചറെ. പിന്നെ ചില വാക്കുകൾ കേട്ടോ, എനിക്കത് കേൾക്കുമ്പോൾ ഞാൻ കമൻ്റ് എല്ലായിരുന്നു വായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർ ഉയിരാണ്, സന്തോഷം. തിരിച്ചും നിങ്ങളും എൻ്റെ ഉയിരാണ്. പിന്നെ ടീച്ചർ എന്താ വീഡിയോസ് ഇടാത്തെ? തീർച്ചയായിട്ടും ഇടാം. ടീച്ചറെ നല്ല ചിരിയാണ്, സന്തോഷം. ഈ ചിരി ഇങ്ങനെ നിൽക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പിന്നെന്താണ്, നിങ്ങളുടെ മുഖത്ത് ആ ചിരി ഞാൻ കാണട്ടെ. നമുക്ക് ഒന്നിച്ച് തരണം ചെയ്യാം. ആരെങ്കിലുമൊക്കെ വേണ്ടേ? നമ്മുടെ ഈ ജീവിതത്തിൽ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ സ്വന്തം ആളുകളെ പോലെ കാണുകയാണ്. കാരണം നമ്മളെല്ലാവരും ആ സുപ്രീം സോളിൽ നിന്ന് വന്നവരാണ്. അതിൻ്റെ ഓരോ അംശങ്ങളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ ടീച്ചറെ എന്നുള്ള വിളി ഫോൺ ചെയ്ത് ചോദിക്കുക, ടീച്ചർ എന്താ വീഡിയോ ഇടാത്തത്? ഇന്ന് രാവിലെ പോലും എനിക്കൊരു മെസ്സേജ് കിട്ടി, ടീച്ചർ എന്താ വീഡിയോ ഇടാത്തതെന്ന്. ആ ചോദ്യങ്ങൾ എന്താ അല്ലെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മളെ ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? കാരണം ഒരു ജീവിതത്തിൽ തള്ളിക്കളയുക, അനാഥത്വത്തിലേക്ക്, ഒറ്റപ്പെടലിലേക്ക് മാറി നിൽക്കുന്ന ആളുകളാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അങ്ങനെയുള്ള ഒരു തലത്തിലൊന്നും നമ്മളെ എത്താതെ എവിടേക്കോ ഇരുന്ന് അറിയാത്ത ആരൊക്കെയോ നമ്മളെ സ്വന്തം പോലെ കാണുന്നുവെങ്കിൽ നമ്മൾക്ക് ഭാഗ്യം ചെയ്തവരല്ലേ. അതുകൊണ്ട് എനിക്കിന്ന് എല്ലാവരോടും നന്ദി പറയാനുള്ളൂ. സന്തോഷം, വളരെ വളരെ സന്തോഷം. തീർച്ചയായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും. നന്ദി.